ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാൻ പോകുന്ന കാര്യം ഇവിടുത്തെ ചൈൽഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. കാരണം നമ്മൾ എങ്ങനെ അപ്പാർട്ട്മെന്റ് എടുക്കണമെന്ന് നോക്കി, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്പോർട്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നോക്കി, ബ്ലൂ കാർഡിന്റെ ബെനിഫിറ്റ്സുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിലെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ് വന്നേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു ചൈൽഡായിട്ട് ഒരു കുട്ടിയായിട്ട് വരുന്നവർ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്. സോ ഒരു പേരന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പോളണ്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അത് മേക്ക് ഷുവർ ആവണം ആ കുട്ടിയുടെ എന്താ പറയുക ഫ്യൂച്ചറിന് ഈ ഒരു രാജ്യം അഡാപ്റ്റബിൾ ആണെന്നുള്ളതും, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ കുട്ടിക്ക് സ്യൂട്ടബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ ഒരു കംപ്ലീറ്റ് ആയിട്ട് പോളണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. നിങ്ങളുടെ കുട്ടിക്ക് നമുക്കിത് എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഇത് ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെ ഉള്ള മലയാളി ഫാമിലികൾക്ക് അടുത്ത് അവരുടെ റിവ്യൂവും കാര്യങ്ങളും ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ സമപ്പ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് പോളിഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം, എങ്ങനെയാണ് ഇവിടുത്തെ സ്കൂൾ കോളേജുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇതിൽ ഒരു കുട്ടി ഉണ്ടായി ആദ്യത്തെ 3 വയസ്സ് വരെ, അതായത് അതായത് ആ ഒരു പീരീഡിൽ നമ്മൾ സ്കൂളിലേക്ക് വിടണോ അല്ലെങ്കിൽ ചൈൽഡ് ക്ലബ്ബുകൾ പോലുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ആ ഒരു കൊച്ചിനെ ട്രെയിനിങ് കൊടുക്കാനും അതുപോലത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇതിലാക്കാൻ വേണ്ടി. പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബിസിനസ് മോഡൽ പോലെയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിട്ടാൽ മതി, യാതൊരു നിർബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രീ എഡ്യൂക്കേഷൻ ആണ്. പ്രീ എഡ്യൂക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ 3 to 6 years പീരീഡിലാണ് പ്രീ എഡ്യൂക്കേഷൻ വരുന്നത്. ഇതിൽ 3 to 5 years അത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുട്ടിയെ വിട്ടാൽ മതി. എന്നാൽ 6 വയസ്സായ കുട്ടിക്ക് ഇത് മാൻഡേറ്ററി ആണ്. നിർബന്ധമായിട്ടും നമ്മൾ ആ കുട്ടിയെ പ്രീ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക്, അതായത് ഗവൺമെന്റോ പബ്ലിക്കോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയെ വിടുകയും എഡ്യൂക്കേഷൻ നിർബന്ധമാക്കുകയും ചെയ്യണം. അങ്ങനെ പ്രീ എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷനും സെക്കൻഡറി എഡ്യൂക്കേഷനും. പ്രൈമറി എഡ്യൂക്കേഷനിൽ ആദ്യത്തെ, അതായത് ഫസ്റ്റ് മുതൽ 3rd സ്റ്റാൻഡേർഡ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം സിമിലർ ആയിട്ട് തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ 4 to 8 സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് അവർ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇവർക്ക് പഠിപ്പിക്കുന്നത്. വൺസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഷണൽ വൈഡ് ആയിട്ട് നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യണം. ആ ഒരു എക്സാം പാസ്സാകുമ്പോഴാണ് നമ്മൾ എന്താ പറയുക സെക്കൻഡറി എഡ്യൂക്കേഷന് ക്വാളിഫൈഡ് ആവുന്നത്. നമ്മൾ നാഷണൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എബിലിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനൊക്കെ അതിൻ്റെ ബേസിലായിട്ടായിരിക്കും സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണെങ്കിൽ ആ ഒരു കുട്ടിക്ക് ജനറൽ സബ്ജക്റ്റാണ് പഠിക്കണമെങ്കിൽ 3 കൊല്ലവും, അതുപോലെ തന്നെ ടെക്നിക്കൽ നോളജ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ആ കുട്ടിക്ക് 5 കൊല്ലവും, അതുപോലെ തന്നെ വൊക്കേഷണൽ സ്റ്റഡീസ് ആണെങ്കിൽ ആ കുട്ടിക്ക് 3 കൊല്ലവുമായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. അത് ആ ഒരു ആളുടെ അഭിരുചിക്ക് അനുസരിച്ചാണ് നമ്മൾ നെക്സ്റ്റ് കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. വൺസ് പ്രൈമറിയും സെക്കൻഡറിയും കോഴ്സസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഹയർ എഡ്യൂക്കേഷൻ വരുന്നത്. ഈ ഹയർ എഡ്യൂക്കേഷനിൽ വീണ്ടും 2 കാറ്റഗറീസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ അക്കാദമിയ, അതുപോലെ തന്നെ വൊക്കേഷണൽ സ്റ്റഡീസ്. ഈ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ മെച്ചൂർ എന്ന് പറഞ്ഞത് എക്സാം പ്രിപ്പയർ ചെയ്യണം. അതിൽ പാസ്സായാലാണ് നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷന് ക്വാളിഫൈ ആവുമോ. ഈ ഹയർ എഡ്യൂക്കേഷനിൽ അക്കാദമിയിലാണ് വരുന്നത് നമ്മുടെ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, അതുപോലുള്ള ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ജോബ് ഓറിയന്റഡ് ആണ് വൊക്കേഷണൽ ഹയർ സ്റ്റഡീസ് എല്ലാം വരുന്നത് ഈ ഹയർ എഡ്യൂക്കേഷൻ രീതിയിലാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എത്ര ഫീസ് ആവും ഈ ഒരു എൻ്റയർ സ്റ്റുഡൻറ് ലൈഫ് എന്നുള്ളതാണ്. അത് നമ്മുടെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് പ്രൈവറ്റിൽ പഠിക്കണോ അതോ പബ്ലിക്കിൽ പഠിക്കണോ എന്നുള്ളത് അതിൻ്റെ ബേസിലാണ് പ്യുവറായിട്ടും നമ്മുടെ ഫീസ് സ്ട്രക്ചർ പോകുന്നത്, നാട്ടിലെല്ലായിടത്തും പോലെ തന്നെ. സോ നമ്മൾ പ്രൈവറ്റിലാണെങ്കിൽ പ്രൈവറ്റിലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂർലി നമുക്ക് ഇഷ്ടമുള്ള ഒരു സിലബസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ബ്രിട്ടീഷ് ആക്സെന്റിൽ പഠിക്കണം, അതോ കനേഡിയൻ ഇംഗ്ലീഷ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്കൂളിൽ ഇഷ്ടമുള്ള അഡ്മിഷനിൽ പഠിക്കാം. ഇവിടെ ഒരു നെഗറ്റീവ് വരുന്നതെന്ന് വെച്ചാൽ ഹൈ ഫീസ് ആണ് ആസ് കമ്പയർ ടു, അതായത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3000 zloty മുതൽ 4500 zloty വരെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് യൂഷ്വലി സെമസ്റ്ററിലോ അല്ലെങ്കിൽ ആനുവലി നമ്മൾ ഈ ഒരു ഫീ അടയ്ക്കണം. അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ്, അതുപോലുള്ള പല കോസ്റ്റുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിക്കുള്ള എഡ്യൂക്കേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഇതിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ നമ്മുടെ കുട്ടിക്ക് ചൂസ് ചെയ്യുന്ന പബ്ലിക് സെക്ടറിലാണെങ്കിൽ ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ ടോപ്പിക്സ് കവർ ആവുന്നത് പോളിഷിലായിരിക്കും. എന്നാൽ ഇംഗ്ലീഷ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കൂളുകളുമുണ്ട്. പക്ഷേ അവിടെ സീറ്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു ചലഞ്ചിങ് പ്രോസസ്സ് ആയിരിക്കും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു ഫോറിനർ പേരൻസിനോട് നമ്മൾ ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അവർ നേരെ പ്രൈവറ്റ് ചൂസ് ചെയ്യാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ഫീസ് അവർ ഇംഗ്ലീഷ് സിലബസിൽ പഠിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായതുകൊണ്ട് അവർ നേരെ ചൂസ് ചെയ്യുന്നത്, അവർ ഫസ്റ്റ് എപ്പോഴും പബ്ലിക് ട്രൈ ചെയ്യും. അത് കിട്ടിയില്ലെങ്കിൽ നേരെ ചൂസ് ചെയ്യുന്നത്
പ്രൈവറ്റ് ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ലാംഗ്വേജും കൾച്ചറൽ അഡാപ്റ്റേഷനാണ്. ഇവിടെയുള്ള ഒരു കേസ് വരുമ്പോൾ സാധാരണ യൂഷ്വലി കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ലാംഗ്വേജ് പഠിക്കാനാണെങ്കിലും ഏതൊരു സർക്കംസ്റ്റൻസിലേക്ക് അഡ്ജസ്റ്റ് ആവാൻ കുറച്ചും കൂടി ഈസിയാണ് അഡൽട്ട് ആയിട്ടുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നിരുന്നാലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൽ ഒരാളുടെ കുട്ടിക്ക് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അതായത് കിൻഡർ ഗാർഡനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. ബേസിക്കലി ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇവർ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനോട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എന്താ പറയുക, നമ്മൾ കൂടുതൽ ഈ കുട്ടിക്ക് കൂടുതൽ കെയർ കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് അവരെ ആ കുട്ടിയെ ഓൺ ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ അഡീഷണൽ കൗൺസിലിംഗ്, അഡീഷണൽ സപ്പോർട്ട് എല്ലാം കൊടുത്ത് ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാക്കി ആ ഒരു കുട്ടിയെയും ഈ സെയിം ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. സോ ഇത്രയൊക്കെയാണ് ഒരു ബേസിക് ഐഡിയ എങ്ങനെയാണ് ഇവിടുത്തെ സ്കൂളിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ബേസിക് കാര്യം മാത്രമുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, സ്കൂൾ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടി ഇന്ന സ്റ്റാൻഡേർഡിലാണ്, ഇന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് അതിനുള്ള ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.